അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3 വർഷക്കാലം എഫേസോസിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷകൾ ചെയ്ത് മനോഹരമായ ഒരു സഭ സ്ഥാപിതമായി. ആ സ്ഥലസഭയിൽ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച മൂപ്പന്മാരെയും ശുശ്രൂഷകന്മാരെയും കണ്ട് അവരെ വിലപ്പെട്ട ചുമതലകൾ ഫലമേൽപ്പിച്ച ശേഷം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധനങ്ങളും കഷ്ടങ്ങളും തനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ വിശേഷമായി ഒന്നും തന്നെ പൗലോസിന് അറിയുമായിരുന്നില്ല. അവിടെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിട്ടല്ല, തന്റെ സ്വന്തം ആത്മാവിന്റെ താല്പര്യപ്രകാരമായിരുന്നു എന്ന് താഴോട്ട് വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 20 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ വളരെ ശക്തമായ ഭാഷയിൽ പൗലോസിന് യെരുശലേമിൽ വരാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കുകയുണ്ടായി. എങ്കിലും അവിടെ നമ്മൾ വായിക്കുന്നത് എഫേസോസിലെ വിശുദ്ധന്മാര് കരഞ്ഞ് പൗലോസിന്റെ ഹൃദയം തകർക്കാതെ താനെ നിയമിക്കപ്പെട്ടതുപോലെ നിശ്ചയിച്ചതുപോലെ തന്നെ യെരുശലേമിലേക്ക് പോകണം എന്നുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ സമർപ്പണം അങ്ങനെയായിരുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കുന്നതിനായി കർത്താവ് നിന്ന് ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും എന്ന് പൗലോസ് പറയുന്നു. സുവിശേഷ പ്രഘോഷത്തിൽ ദൃഢനിശ്ചയമുള്ള ഒരു ദൈവഭൃത്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവിനുള്ള സമർപ്പണത്തിലെ ദൃഢത എന്താണ് എന്ന് ഉള്ളതിന്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തമാണ് പൗലോസിന്റെ വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൗലോസിന്റെ വാക്കുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് തന്റെ ആപ്തവാക്യങ്ങളെ സംബന്ധിച്ച് മുദ്രാവാക്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 അതിപ്രസക്തമായിരിക്കുന്ന ആപ്തവാക്യങ്ങളാണ് പൗലോസ് പ്രസ്താവിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായി കാണുന്നത് റോമാലേഖനം 1 അധ്യായത്തിന്റെ 15 വാക്യം. അവിടെ അപ്പോസ്തലൻ പറയാണ്, സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുന്നു. സുവിശേഷം അറിയിക്കുവാനായി ഞാൻ എല്ലായ്പ്പോഴും ഒരുക്കം ഉള്ളവനായിരിക്കുന്നു. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ സുവിശേഷ നിമിത്തം യഹൂദന്മാർക്കും യവനന്മാർക്കും കടപ്പെട്ടവനായിരിക്കുന്നു. കർത്താവ് തന്നെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിനായി വിളിച്ച് നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ വലിയ താല്പര്യം, അതിനുള്ള റെഡിനെസ് അപ്പോസ്തലൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഐ എം റെഡി ടു പ്രീച്ച് ദ ഗോസ്പൽ എനിവേർ. എവിടെയും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുന്നു. രണ്ടാമത് വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 21-13 വാക്യത്തിലാണ്. അവിടെ നാം വായിക്കുന്നു, കർത്താവിന് വേണ്ടി ഏത് സമയത്തും മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പൗലോസ് പറയുകയാണ്. കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച ആ ദൈവഭൃത്യൻ പറയുകയാണ്, ഐ ആം റെഡി ടു ഡൈ ഫോർ ക്രൈസ്റ്റ് അറ്റ് എനി ടൈം. ആദ്യം പറഞ്ഞത് ഐ ആം റെഡി ടു പ്രീച്ച് ദ ഗോസ്പൽ എനിവേർ. എവിടെയും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്, ഒരുക്കമുള്ളവനാണ്. 2, ഐ ആം റെഡി ടു സ്ലെയിൻ ഫോർ ദ സേക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് എനി ടൈം. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഏത് സമയത്തും മരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. മൂന്നാമത്തെ ആപ്തവാക്യം 2 തിമോത്തി 4:6 നമ്മൾ വായിക്കുന്നു. അവിടെ അദ്ദേഹം പറയുന്നു, റെഡി ടു ബി ഓഫേർഡ് ആൻഡ് മീറ്റ് ദ ലോർഡ്. അതായത് തന്നെത്താൻ പാനീയാഗമായി ഒഴിച്ച് കർത്താവിനെ ദർശിക്കുവാൻ താന് ഒരുക്കമുള്ളവനായിരിക്കുന്നു പറയുന്നു. ജീവിതത്തിന്റെ 3 മേഖലകളിലെ ഒരുക്കങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത് പൗലോസിന്റെ പുസ്തകത്തിൽ. 1, സുവിശേഷം എവിടെയും പ്രസംഗിക്കാനുള്ള ഒരുക്കം. 2, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കാനുള്ള ഒരുക്കം. 3, കർത്താവിന് വേണ്ടി പാനീയാഗമായി അർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ തിരുമുഖം കാണുവാനുള്ള ഒരുക്കം. റോമാലേഖനം 1:15, അതുപോലെ പ്രവൃത്തികളുടെ പുസ്തകം 21:13, 2 തിമോത്തി 4:6. തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ആ ഒടുവിലത്തെ ആപ്തവാക്യം, അതായത് റെഡി ടു ബി ഓഫേർഡ് ആൻഡ് മീറ്റ് ദ ലോർഡ്. പാനീയാഗമായി ഒഴിക്കപ്പെട്ട് കർത്താവിന്റെ മുഖം ദർശിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സമർപ്പണത്തിൽ നമുക്കുള്ള റെഡിനെസ്, ഒരുക്കം പൗലോസിനുണ്ടായിരുന്ന ഈ ഒരുക്കമായിരിക്കട്ടെ. അതിനായി ദൈവം നമ്മേവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ചെറിയ വിവരണം ഇവിടെ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.